ഭാവത്തിലിരിക്കുന്ന. ഇപ്പോ ലളിതാ സഹസ്രനാമത്തെ ചൊല്ലുന്ന സമയത്ത് ലളിതാ ത്രിപുര സുന്ദരി അല്ലെ, ആ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ത്രിപുര സുന്ദരിയുടെ അതേ ആകൃതിയിലുള്ള ഒരു ദേവത ശിവൻ ശാന്തസ്വരൂപനായിട്ട് ശയിക്കുന്ന ശിവന്റെ മുകളില് ശാന്തസ്വരൂപിണിയായിട്ടിരിക്കുന്ന ലളിതയെ കാണാം. ശരിക്കും ലളിതയല്ല, കാമേശ്വരി, കാമേശ്വര സങ്കല്പമാണ്. സാമാന്യം മനസ്സിലാവാനാണ് ലളിത എന്ന് പറഞ്ഞത്. മഹാത്രിപുര സുന്ദരി അൺമാനിഫെസ്റ്റഡ് ഫോമാണ്, ഇൻഫിനിറ്റ് ആണ്, അത് ഉയർന്നതല്ല, കാമേശ്വരിയുടെ മുകളിലാണ്. അപ്പോ കാമേശ്വര സങ്കല്പം ഒന്ന് ആലോചിച്ചാൽ മതി. ശിവന്റെ മുകളിലാണ് കാമേശ്വരി ഇരിക്കുന്നത്. അപ്പോ ഇതിനെ മനസ്സിലാക്കേണ്ട എന്താ, എപ്പോഴും ദേവി, അതായത് സ്ത്രീ പുരുഷനേക്കാൾ ഒരു പടി മുന്നിലാണ് ഭാരതം ഇമ്പോർട്ടൻസ് കൊടുത്തത്. ശരി, എന്തിലാകാം, എന്തുകൊണ്ടാവാം സ്ത്രീകൾക്ക് ഇത്ര ഇമ്പോർട്ടൻസ് ഭാരതം നൽകാനായിട്ടുള്ള കാരണം എന്ന് നമുക്ക് ചിന്തിക്കാം അല്ലെ. അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നവദുർഗാ സങ്കല്പം എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ച് സാമാന്യനെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്.